ഇവിടെ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു മാർക്ക് ആൻഡ് സേവ് വരുന്നത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ അധികം പർച്ചേസ് ചെയ്യാറ്. പിന്നെ റൂമിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഇതുവരെയും വാങ്ങിയിട്ടുള്ളത്. പിന്നെ എല്ലാ വീക്കിലും നല്ല ഓഫറും ഉണ്ടാവാറുണ്ട് ഇവിടെ. ഇന്നലെ പിന്നെ വലിയ ഓഫറൊന്നും ഇല്ലേനു. പിന്നെ ഇവിടേക്കാണ് നമുക്ക് പോകാൻ ഈസി. അങ്ങനെ അവിടെ എത്തിയ പിന്നെ നമ്മൾ മറ്റേ ബിന്ദു പണിക്കറാവും എന്താ വേണ്ടിയെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പം എന്തിനാണ് നമ്മൾ പോയത് അതൊന്നും ആയിരിക്കില്ല നമുക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടുക. അങ്ങനെ നമ്മൾ ചിക്കന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കന് നല്ല അത്യാവശ്യം നല്ല ഓഫറുണ്ട് പറഞ്ഞിട്ട് ഒരു ചിക്കൻ വാങ്ങി. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെ കാണാൻ നല്ല വൃത്തിയാണ്. പിന്നെ ഇതെല്ലാം സ്പൈസസും മസാലകളും ഒക്കെ തന്നെയാണ്. അതൊന്നും പിന്നെ നമുക്ക് വേണ്ട, നമുക്ക് പിന്നെ മൊത്തം ഒന്ന് കണ്ടാലും മതിയല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ പച്ചക്കറീൻ്റെ സെക്ഷനിലേക്ക് പോയി. ഉള്ളി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഫ്രൂട്ട്സ് വാങ്ങാണ്ടേനു. പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങാനാണ് നമ്മൾ മെയിനായിട്ട് പോയതിന്ന്. അങ്ങനെ ഉള്ളി എടുത്തു. പക്ഷെ ഞങ്ങൾ നല്ല ലേറ്റ് ആയിരുന്നു, 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നല്ലതൊക്കെ പോവുമല്ലോ, അങ്ങനെ തിരഞ്ഞെടുക്കുന്ന പണിയില്ലേനു. പിന്നെ വാട്ടർ മെലന് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഉള്ളിയൊക്കെ എടുത്ത് പിന്നെ എന്താ വേണ്ടിയെന്ന് ചിലപ്പോൾ ഇവിടെ ഏറ്റവും മെയിൻ അതാണ്, എന്തിനായാലും വന്നേന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം മൊത്തം ഒന്ന് കറങ്ങുമ്പോഴാണ് നമുക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ഓർമ്മ വരിക. പിന്നെ ഇതിട്ട് കുറച്ചെടുത്തു. ഇത് സബർജലിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അല്ലെങ്കിലും വേറൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്രൂട്ടാണ്. പിന്നെ ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമാക്കാണ്. ഈ ആപ്പിളിൻ്റെ സെക്ഷനിലൊക്കെ പോയാലാണ് ഇത്രയ്ക്ക് തരം ആപ്പിൾ ഉണ്ടോയെന്ന് വരെ നമ്മൾ വിചാരിച്ചു. എനിക്ക് ഈ ചെറിയ ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെയൊക്കെ ഓഫീസിൽ പോകുമ്പോൾ പെട്ടെന്നൊന്ന് എടുത്ത് കഴിക്കാനൊക്കെ പറ്റിയത്. എനിക്ക് നല്ല നോക്കിയെടുക്കാൻ അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നതൊക്കെ അങ്ങോട്ടേക്ക് ഇടുന്നത്. പിന്നെ നമ്മൾ സോനാപ്പപ്പടി ഉണ്ടായിരുന്നു, ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പമൊക്കെ പിന്നെ ആ ഓയിലൊക്കെ ഇങ്ങോട്ട് ഒലിച്ച് ഇതായിക്കെടുക്കുക. അപ്പം പിന്നെ അതൊന്നും നമ്മൾ വാങ്ങിയില്ല. എല്ലാ സാധനവും ഉണ്ടായിരുന്നു. നമുക്ക് നൊസ്റ്റാൾജി, നമ്മളെ നാട്ടിലത്തെ ഒരു ഫീല് വരുന്ന മടക്ക്. പക്ഷേ ആകൃതിയൊക്കെ വേറെ ആണെങ്കിലും സാധനമൊക്കെ സെയിം ആയിരുന്നു കേട്ടോ. ഇതാ മടക്ക് കണ്ടില്ലേ. പിന്നെ പ്രിങ്കിൾസ്, ഇത് പിന്നെ എവർ ഫേവറേറ്റ് ആണ് പ്രിങ്കിൾസ്. എനിക്കിപ്പോൾ പ്രിങ്കിൾസിനെക്കാട്ടും ഒന്നും കൂടി ഇഷ്ടം ഡെലിഗോസാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. 2-3 ഫ്ലേവേഴ്സ് അവിടെ വന്നിനു. അപ്പോൾ അതിൽ ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ അതിൽ ഒരു ബിബിക്യുൻ്റെത് എടുത്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാറ്റർ വാങ്ങലാണ്. വെള്ളപ്പം ഉണ്ടാക്കാനോ ദോശ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഇതുപോലത്തെ ബാറ്റർ വാങ്ങലാണ്. കാരണം അരിയൊന്നും ആക്കാൻ എനിക്ക് അറിയില്ല. അതാ നമ്മളെ നാട്ടിലെ കിങ് ചക്കയൊക്കെ ഓരിങ്ങനെ ഫ്രഷ് ആക്കിയിട്ട് വെച്ചത്. നമ്മളെ റോഡുമ്മലൊക്കെ വീണെടുക്കുന്ന സാധനം പോലെ നല്ല നീറ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേ. പിന്നെ ഇതുപോലത്തെ പ്ലേറ്റ്, എല്ലാ സാധനവും എല്ലാ റേറ്റിലുള്ളതും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോരോ റേറ്റ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു സ്ട്രക്ചറും മാറും. ഭയങ്കര ഈ ഒരു ഡിന്നർ സെറ്റൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വേറെ തന്നെ ഒരു റോയൽ ലുക്കുള്ള ആ ഒരു വൈറ്റും പിന്നെ ആ ഒരു എന്താ ആ കളറിൻ്റെ പേര് വയലറ്റ് ആണോ, ആ ഒരു കളറൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള. പിന്നെ ഇതുപോലെയുള്ള വാട്ടർ ബോട്ടിൽസ് എനിക്കിപ്പം ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രസമാണ് കാണാൻ, ക്യൂട്ടായിട്ടില്ലേ. ഈ ഗിൽറ്റും മിന്നാമിൻ അതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റാണ്. വെറുതെയെങ്കിലും നോക്കൂ. പിന്നെ ചായക്ക് കടിയായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങി. നമ്മൾ ഗുഡ് ഡേ മോംസ് മാജിക് ആണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷെ ഇവിടെ ഞാൻ മോംസ് മാജിക് കണ്ടില്ല. അപ്പം മോംസ് മാജിക്കിൻ്റെ കുടുംബക്കാരനായ ഗുഡ് ഡേ നമ്മൾക്ക് എടുക്കാം. പിന്നെ ഡയറി മിൽക്ക് ഇവിടെ നല്ല ഓഫർ ഉണ്ടാവലുണ്ട്, കോംബോ ആയിട്ടുള്ളതൊക്കെ. പക്ഷെ എന്നും ഓഫറൊന്നും കണ്ടില്ല, സോ നമ്മൾ എടുത്തില്ല. കാരണം ഇവിടെ ഇനി ഓഫർ വരും, മറ്റന്നാളൊക്കെ നല്ല ഓഫർ ഉണ്ട്. അപ്പോൾ നമുക്ക് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ചുയിങ് എടുക്കാൻ ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിന്നപ്പാണ് ഈ ബട്ടൂക്കിൻ്റെ ബനാനൻ്റെത് കണ്ടത്. ഇത് കണ്ടാൽ പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും വേണ്ടല്ലോ. കാരണം എനിക്കൊക്കെ ഇത് ചെറുപ്പം തൊട്ടേ ഇഷ്ടമാണ് ഈ ഒരു ബബിൾ കം. അങ്ങനെ അതിൻ്റെ ഒരു ബോക്സ് എടുത്തു. 4 ദിറംസ് അങ്ങനെ ഒരു ബോക്സിനുള്ളൂ.
പിന്നെ നമ്മൾ മുകളിലേക്ക് പോയി വെറുതെ ചുമ്മാ ഒന്ന് പോയതാണ്. പിന്നെ ഈ ലബൂബ് ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഞാനിത് വാങ്ങണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് അതിന് ഫുൾ നെഗറ്റിവിറ്റിയാണ്. കാരണം അതിനെന്തോ പ്രേതം വരുന്നോ അങ്ങനെ എന്തെല്ലോ പറയുന്നത് കേട്ടു. അങ്ങനെ പിന്നെ വെറുതെ പൈസ കൊടുത്ത് നമ്മൾ സമാധാനം പോക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ ആ മോഹം അവിടെ നിർത്തി. ഇവിടെ ഞാൻ അധികം ഡ്രസ്സൊന്നും വാങ്ങില്ല. കാരണം ഇവിടുത്തെ ഒരു ക്ലോത്ത് എനിക്കിഷ്ടമല്ല, തീരെ താല്പര്യമില്ലാത്തൊരു ക്ലോത്താണ്. കാരണം ആ ഒരു പോളിസ്റ്റർ മിക്സുള്ളൊരു ക്ലോത്താണ് ഇവിടെ അധികം ഉണ്ടാവല്. പിന്നെ ഞാൻ ഡെയിലി വെയർ ഇവിടെ നിന്നാണ് എടുക്കൽ. എൻ്റെ വീഡിയോസിൽ നോക്കിയാൽ കാണാം, ഞാൻ ഒരു മനി ടൈപ്പ് മാക്സി ഇടലുണ്ട്. അത് ഞാൻ ഇവിടെ നിന്ന് എടുക്കൽ. 10 ദിർഹംസേ ഉള്ളൂ ഒന്നിന്. പിന്നെ കുറച്ച് ഈ ഒരു അബായം ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതായിരുന്നു. ഈ വാങ്ങിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഈ ഒരു ഫ്ലെയർ ടൈപ്പ് അബായ. അങ്ങനെ സാൻഡൽസും ബാഗും മൊത്തം. പിന്നെ ഇതൊക്കെ ഞാൻ പിന്നെ വെറുതെ ഇതിലൂടെ പോയപ്പോൾ ക്യാമറ ഓണാക്കി ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അതാ ഒരു എയിമില്ലാത്ത പൊസിഷനിലായിപ്പോയി. ഞാൻ ഈ സംസാരിക്കുന്നതിൽ ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഒരു ഫ്രണ്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യും പോലെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ നന്നാക്കി പറയാനൊന്നും അറിയില്ല. പിന്നെ ഈ ഒരു സെക്ഷൻ ഈ ദിറ്റ വളകളൊന്നും എനിക്ക് നാട്ടിലുണ്ട് കുറേ കളറൊക്കെ, പക്ഷേ നാട്ടിൽ നിന്നൊന്നും ഇടാൻ തോന്നൂല. പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഈ റെഡൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇട്ടാൽ. അപ്പോൾ കുറച്ചൊരു എന്താ പറയുക, എത്നിക്കിനോട് താല്പര്യം വന്നിക്കുന്നൊരു സംശയം. പിന്നെ റിങ്ങും അതെല്ലാം ആയി. ഇതൊക്കെ ഓരോ ജഗ്ഗുകളും ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസം, ഒരു റോയൽ ലുക്കാണ്. പിന്നെ ഇവിടെ ഇപ്പം എന്തോ ഷോപ്പ് ആൻഡ് വിൻ എന്ന് പറഞ്ഞൊരു ഇത് നടക്കുന്നുണ്ട്. കാരണം ആ ഒരു ഇതിൽ നറുക്കെടുക്കുന്നവർക്ക് ഒരു കാറൊക്കെ ഉണ്ട്. അപ്പോൾ 50 ദിർഹംസിൻ്റെ മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പൺ കിട്ടും. അങ്ങനെ നമ്മൾ കൂപ്പണൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോവാന്ന്. പിന്നെ ഏകദേശം കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനില്ലേനു. കുറേ ആയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. പെരുന്നാളിൻ്റെ മുന്നേ വാങ്ങിയതാണ്. പിന്നെ ഒന്നും ആവശ്യം വന്നില്ലേനു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ വാങ്ങിയുള്ളൂ, വേറൊന്നും അങ്ങനെ വാങ്ങിയില്ല. അങ്ങനെ എന്തിനാ ഞാനിതൊക്കെ എടുത്തതെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ സാധനമൊക്കെ കാറിൽ കൊണ്ടുവച്ചു. നമ്മൾ തിരിച്ച് റൂമിലേക്ക് ഞാൻ വന്നിട്ട് പിന്നെ ഇതുവരെയൊക്കെ ഞങ്ങൾ മാർക്കറ്റ് സേവിൽ നിന്ന് മാത്രമാണ് സാധനം വാങ്ങിയിട്ടുള്ളത്. 1-2 പ്രാവശ്യം വേറെ ഒന്നും വാങ്ങിയെന്നല്ലാതെ ബാക്കിയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ സാധനം വാങ്ങി. ഇപ്പോൾ ഇവിടെ ഉള്ളുമായിട്ട് നല്ല പരിചയമായി. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തേക്കാണ് നമ്മളെ റൂം വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അത് നമ്മുടെ ഫ്ലാറ്റെത്തി. എപ്പോൾ ഒരു എയറോപ്ലെയിൻ കാണാം കേട്ടോ ഇവിടെ പുറത്തിറങ്ങിയാൽ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. പിന്നെ എവിടെയെങ്കിലും എൻ്റെ ഒരു നേരെ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്യാമറ ഓൺ ആക്കി പോകും. അതിപ്പോൾ തുടങ്ങിയത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.